ടി പി വിനി, ഇത് നമ്മൾ ശരിക്കും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. ഈ ഫാമിലി കോർട്ടിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു ഒന്നിച്ചു വിടുന്നതിനേക്കാളും ഭിന്നിപ്പിച്ചു വിടുക എന്നുള്ളതുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആരോപണം അതാണ്. അങ്ങനെയാണോ കോടതി കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? അങ്ങനെയൊന്നുമല്ല. ഫാമിലി കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കൗൺസിലിംഗ് ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് മീഡിയേഷൻ ഉണ്ട്. ഇതിലൊന്നും പ്രശ്നം യോജിച്ചു മാത്രമേ ഡിവോഴ്സിന് പ്രിഫർ ചെയ്യണുള്ളൂ. അതും നിർബന്ധമല്ലല്ലോ. ഒരാള് പെറ്റീഷൻ കൊടുക്കുന്നത് ഒന്നുകിൽ റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് എന്ന് വെച്ചാൽ ഒരുമിച്ച് ജീവിക്കാൻ, അല്ലെങ്കിൽ ഡിവോഴ്സിന്. ആ പെറ്റീഷന് നോക്കിയാണ് എന്ത് തീരുമാനം എടുക്കണം എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ ഉള്ള കേസുകളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് മീഡിയേറ്റേഴ്സ് ആണെങ്കിലും കൗൺസിലേഴ്സ് ആണെങ്കിലും ശ്രമിക്കുന്നത്. പിന്നെ സ്ത്രീകളുടെ നിയമങ്ങൾ അപൂർവമായിട്ട് എന്താ സ്ത്രീകളുടെ പ്രശ്നം? സ്ത്രീകള് ഇപ്പൊ ഇവരൊക്കെ ചെറിയപ്പോ കുഴപ്പം ഇല്ലാത്ത ആൾക്കാരായിരിക്കും. ബഹുഭൂരിപക്ഷം സ്ത്രീകളും വലിയ രീതിയിലുള്ള ചൂഷണത്തിന് വിധേയരാകുന്നവരും, അല്ലെങ്കിൽ ഫാമിലിയിലാണെങ്കിലും വലിയ രീതിയിലുള്ള, കാരണം അവർക്ക് സ്വത്തില്ല, ചില ആളുകളെ സംബന്ധിച്ച് ഡിപ്പെൻഡിങ് ഓൺ ഹസ്ബൻഡ് മാത്രമായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ച് ഈ ജോലിക്ക് പോണ സ്ത്രീകളാണെങ്കിൽ അവരുടെ പൈസ മുഴുവനും വാങ്ങിക്കുന്ന ഹസ്ബൻഡ്സ് ആയിരിക്കും. അപ്പൊ ആ നിലയിലുള്ള ഒരു പ്രശ്നത്തിൽ അവർക്കുണ്ടാവുന്ന വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങൾ വന്നത്. ആ നിയമങ്ങളിൽ ആരെങ്കിലും അത് ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ അതും തടയാനായിട്ടുള്ള നിയമം നമുക്കുണ്ട്. അല്ല അഡ്വക്കേറ്റ്, ഇപ്പം കോടതികളും ഇപ്പം സുപ്രീം കോടതി ഒക്കെ തന്നെ ഇതിനെ കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇത് 498 എന്ന് പറയുന്ന ഒരു ലീഗൽ ടെററിസം ആണെന്ന് പോലും കോടതി ഒരിക്കലും. അങ്ങനെയല്ല, 498 എന്ന് പറഞ്ഞത് ഭാര്യ ഭർത്താവ് തമ്മിലുണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ആ വിഷയത്തിനെ സംബന്ധിച്ച് ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് പോകും. അപ്പൊ നേരത്തെ 498 നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണ്. നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസ് ആണെങ്കിൽ പിന്നെ ജാമ്യമില്ല. അന്ന് സുപ്രീം കോടതി പറഞ്ഞു ഇങ്ങനെയുള്ള കേസുകൾ ഒരു തരത്തിലും ജാമ്യം കൊടുക്കാൻ പാടില്ല. എനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ പെട്ടെന്ന് അവർ തമ്മിൽ വഴക്കുണ്ടായി, വീട്ടിലോട്ട് പോയി. അച്ഛൻ എന്ത് ചെയ്യാണ്? പരാതി കൊടുക്കണം. ഒറ്റ മോളാണ്. അപ്പൊ പരാതി കൊടുത്ത് ഇദ്ദേഹത്തിനെ പോലീസ് പിടിച്ചോണ്ടുപോയി. അപ്പോഴാണ് ഈ സ്ത്രീ അറിയണത്. പിടിച്ചോണ്ടുപോയി അകത്താവും പറഞ്ഞപ്പോ ഈ പെൺകുട്ടിക്ക് ആകെ പ്രശ്നമായി. എന്നിട്ട് ഈ സ്ത്രീ അന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം എന്താ വെച്ചാൽ 498 വന്നു കഴിഞ്ഞാൽ പിന്നെ ജാമ്യം കൊടുക്കാൻ പാടില്ല എന്നുള്ള. അത് കഴിഞ്ഞിട്ട് ഈ സ്ത്രീ വന്നിട്ട് കോടതിയുടെ മുന്നിൽ പറഞ്ഞു എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞെങ്കിലും കോടതി ആൾക്ക് ജാമ്യം കൊടുത്തില്ല. അപ്പൊ ഒരു ചാട്ടത്തിന് കിണറ്റിൽ ചാട്ടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അല്ല, ഈ അച്ഛൻ പരാതിക്കാരനായിട്ട് കേസ് കൊടുത്ത് പിടിക്കപ്പെട്ടാൽ ഭാര്യ എനിക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ വിടണ്ടേ? അങ്ങനെയല്ല, അച്ഛന്റെ കൊച്ചിനെ കൊണ്ട് പരാതി എഴുതി വാങ്ങിച്ച് ഒപ്പിടിച്ചു കൊണ്ടുപോയി. തമ്മിൽ പിണങ്ങിയാണല്ലോ അവര് പോകുന്നത്. പിണങ്ങി അവരുടെ പിണക്കം വളരെ സെക്കൻഡുകളോ അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം നീണ്ടുകൊള്ളൂ ഭാര്യ ഭർത്താക്കന്മാരുടെ. പക്ഷെ അതിന്റെ ഇടയിൽ വരുന്ന കുറെ ആളുകളാണ് യഥാർത്ഥത്തിൽ പ്രശ്നക്കാർ. അതേസമയം ആ പ്രശ്നം അവിടെ വെച്ച് തീർന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോ എന്താ, ഈ ഭാര്യയും ഭർത്താവ് ഒരുമിച്ചാണ് പിന്നെ കേസിന് വരുന്നത്. അപ്പൊ ഇത് അതിൽ നിന്നും ഊരാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നീട് സുപ്രീം കോടതി പറഞ്ഞു കൗൺസിലിംഗിന് ശേഷം മാത്രം, കുറ്റം ചെയ്തെങ്കിൽ മാത്രമേ, അതെ, പരമാവധി കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം മാത്രം അറസ്റ്റിലേക്ക്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്. ജെനുവിൻ കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് അതിൽ വലിയ പ്രശ്നമായിട്ട് മാറി. അഡ്വക്കേറ്റ് മേനി മാഡം പറഞ്ഞതിൽ ഒരു കാര്യം, അതായത് ഇപ്പോൾ നിയമങ്ങൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും നിയമമാണ്, റൂൾ ഓഫ് ലോ എല്ലാവർക്കും ഉണ്ട്, സ്ത്രീക്കുണ്ട് പുരുഷനും ഉണ്ട്. അപ്പൊ ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കുറച്ചും കൂടി വൾണറബിലിറ്റി സാഹചര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അവർക്കുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പൊ BNS ആയിക്കോട്ടെ, ഇപ്പൊ റേപ്പ് ഉണ്ട്, സെക്ഷൽ ഹറാസ്മെന്റ് ഉണ്ട്, ഇപ്പൊ നേരത്തെ പറഞ്ഞ 498 ഇപ്പൊ സെക്ഷൻ 85 ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഹൈക്കോടതിയിൽ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം, അതായത് ഇതൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയമാണ്. കാരണം ഒരു അങ്കമാലിയിലുള്ള ഒരു കപ്പിൾസ് ആണ്, അവർ തല്ലിട്ടു, അവര് മാട്രിമോണിയൽ ഡിസ്പ്യൂട്ട് വന്നു. അതിനുശേഷം ആ പെൺകുട്ടി പോയിട്ട് നേരെ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയാണ്. സ്ത്രീധനം ആരോപിച്ച് എന്നെ ഭർത്താവും എൻ്റെ ഭർത്താവിന്റെ അമ്മയും കാനഡയിൽ കിടക്കുന്ന അവരുടെ ചേട്ടനും ചേച്ചിയും ഓൺലൈനായിട്ട് കാനഡയിൽ കിടക്കുന്ന ചേട്ടനും ചേച്ചിയും ഒക്കെ ഉപദ്രവിച്ചു. അവർ നാട്ടിൽ വന്നു വെക്കേഷൻ 1 മാസമാണ് വന്നത്. നിങ്ങൾ ആലോചിക്കണം, അവർക്കുണ്ടായ മാനസിക വ്യത. ഹൈക്കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ടി വന്നു. നേരത്തെ മാഡം പറഞ്ഞ പോലെ താഴെ കോടതിയിൽ ജാമ്യം കൊടുക്കാനുള്ള അവസ്ഥയില്ല, അത് കോഗ്നിസബിൾ ഒഫൻസ് ആണ്. അപ്പോൾ മജിസ്ട്രേറ്റ് കോടതിയിലും ജാമ്യം കിട്ടില്ല. ദേ നീഡ് ടു ഗോ ഹൈക്കോടതി.